തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടി കേസിലെ മുഖ്യപ്രതി 13 വർഷത്തിന് ശേഷം പിടിയിൽ. ഒന്നാം പ്രതി സവാദിനെയാണ് NIA അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള NIA സംഘമാണ് ഇന്ന് പുലർച്ചെ സവാദിനെ അറസ്റ്റ് ചെയ്തത്. ഷാജഹാൻ എന്ന പേരിലാണ് കൈവെട്ട് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ആശാരിപ്പണിയെടുത്തായിരുന്നു താമസം. ആദ്യം കണ്ണൂർ വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തേക്കും താമസം മാറുകയായിരുന്നു. ആദ്യം താനാണ് സവാദെന്ന് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായില്ല. NIA സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയായിരുന്നു. ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും പ്രാദേശിക പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അയൽവാസി നൗഫൽ. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇരയെന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈ വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദായിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ശ്രീകാന്ത്, 24, കൊച്ചി. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടി 13 വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത്. ആ സംഭവങ്ങളുടെ നാൾ വഴികളിലേക്ക്. 2010 മാർച്ച് 23 തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 2ാം സെമസ്റ്റർ BCom മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യത്തിൽ മതനിന്ദയുണ്ടെന്ന ആരോപണത്തിലാണ് സംഭവത്തിന്റെ തുടക്കം. മാർച്ച് 26 ചോദ്യക്കടലാസ് തയ്യാറാക്കിയ പ്രൊഫസർ TJ ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. TJ ജോസഫ് ഒളിവിൽ പോയി. 2010 ഏപ്രിൽ 1 പ്രൊഫസർ TJ ജോസഫ് കീഴടങ്ങുന്നു. 2010 ജൂലൈ 4 ഏഴംഗ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തക സംഘം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രൊഫസർ TJ ജോസഫിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വലതു കൈപ്പത്തി വെട്ടിമാറ്റി. പ്രതികളിലൊരാളായ ജാഫർ മാത്രം അറസ്റ്റിലായി. 2010 സെപ്റ്റംബർ 1 സർവകലാശാല പ്രൊഫസർ TJ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2011 ഏപ്രിൽ 4 NIA കേസ് ഏറ്റെടുത്തു. 2013 നവംബർ പ്രൊഫസർ TJ ജോസഫിനെതിരായ മതനിന്ദാ കേസ് കോടതി തള്ളി. 2014 മാർച്ച് 19 പ്രൊഫസർ TJ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു. 2015 ഏപ്രിൽ 30 13 പേർ കുറ്റക്കാരെന്ന് NIA കോടതി വിധിച്ചു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ച കേസിൽ 18 പേരെ കുറ്റവിമുക്തരാക്കി. 2023 ജൂലൈ 6 പേർ കൂടി കുറ്റക്കാരെന്ന് NIA കോടതി. 3 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 5 പേരെ വെറുതെ വിട്ടു. 2024 ജനുവരി 10 ഒന്നാം പ്രതി സവാദ് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിൽ. ന്യൂസ് ഡെസ്ക് 24.